എനിക്ക് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണൽ മേക്കപ്പ് എന്റെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അതെ അതെ അതെ. ജനറലി പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സും ഈ പറഞ്ഞ പോലെ വരില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ക്രൈംസും അബ്യൂസും അതിനെ കുറിച്ചൊന്നും ഇപ്പം ഈ പ്രാവശ്യത്തെ സെഷനിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മിസ് കേരള മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ ഭാഷ എങ്ങനെയാണ്, നമുക്ക് ഏതൊക്കെ ഭാഷ നമുക്ക് അവര് ആവശ്യപ്പെടുന്നത്? അവരങ്ങനെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നമ്മളോട് പറയണില്ല. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ഇതിൽ ഏതെങ്കിലും മിനിമം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമുക്ക് തറവായിട്ട് അറിയണം. കാരണം ഇതിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വലിയൊരു ഭാഗമാണ് ഇതിന്റെ. മിസ് കേരളയുടെ എസ്പെഷ്യലി നമ്മൾ ഓഡീഷൻ റൗണ്ട്സ് ഒക്കെ നമ്മൾ കവർ ചെയ്താൽ പോലും ഫൈനൽസിൽ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ വലിയൊരു പാട്ട്. അപ്പൊ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത Q&Aയിലൊക്കെ അത് വലിയൊരു പാട്ടാണ്. അപ്പം നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം മസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷിലാണോ അതോ? ചോദ്യം മോസ്റ്റ്ലി വരിക ഇംഗ്ലീഷിലാണ്. പക്ഷെ അവര് മസ്റ്റായിട്ട് നമ്മള് നിർബന്ധിക്കുകയാണ് ഇംഗ്ലീഷ് പറയാനായിട്ട്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് കംഫർട്ടബിൾ അല്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അവരെനിക്ക് എന്റെ ക്വസ്റ്റ്യൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. എനിക്ക് കംപ്ലീറ്റ് ഉത്തരം മലയാളത്തിൽ പറയാം. ഞാൻ പറയുന്ന ഉത്തരം, കാരണം ജഡ്ജിങ് പാനലിൽ എന്തായാലും നോൺ മലയാളീസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞ കണ്ടന്റ് എന്താണെന്നുള്ളത് അവര് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. സോ ലാംഗ്വേജ് ഇത് രണ്ടും ഏതെങ്കിലും നമുക്ക് തറവായിട്ട് അറിഞ്ഞിരിക്കണം, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്. അല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഞാനൊക്കെ അങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം രണ്ടും യൂസ്. എന്റെ ഇൻട്രൊഡക്ഷൻ റൗണ്ടിൽ ഞാൻ രണ്ടും യൂസ് ചെയ്തിരുന്നു, മലയാളവും ഇംഗ്ലീഷും യൂസ് ചെയ്തിരുന്നു. ശ്രീജ, കേരളത്തിലെ ശ്രീജ കുറച്ച് നാൾ പഠിച്ചായിരുന്നല്ലോ നാട്ടില്. അതുകൊണ്ട് ഈ മത്സരത്തിന് എന്തെങ്കിലും ശ്രീജയ്ക്ക് ഉപകാരപ്പെട്ടോ? അത് എനിക്ക് തോന്നുന്നു മത്സരത്തിനേക്കാൾ ഉപരി എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു പേഴ്സന്റെ ഒരു വലിയൊരു ഭാഗമാണ് ഞാൻ നാട്ടിൽ പഠിച്ചത്. പക്ഷെ ഒരിക്കലും ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് കുട്ടികൾ, ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരൊരിക്കലും വിചാരിക്കരുത് നാട്ടിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് മിസ് കേരളയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നത്. കാരണം മിസ് കേരള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ഒരുപാട് എന്താ പറയുക ആവശ്യമുള്ള, അല്ലെങ്കിൽ അതിനെ കൂടെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു പേഷ്യൻ്റാണ്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ പഠിക്കണം എന്നുള്ളതൊരു നിർബന്ധമല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് മലയാളം അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി അതുകൊണ്ട് മാത്രം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൽ മലയാളം വളരെ കുറച്ചറിയുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ആൻഡ് അവരൊക്കെ നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിരുന്നു. അവർക്ക് മലയാളം അറിയില്ല, അല്ലെങ്കിൽ ഒരു നാട്ടിൽ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ശ്രീജയുടെ ഈ മേക്കപ്പ് ഒക്കെ എങ്ങനെയാ ശ്രീജക്ക് ചെയ്തു തരാൻ ആരെങ്കിലും പ്രൊഫഷണൽ മേക്കപ്പ്? എന്റെ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു അല്ലേ? കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡിലുള്ള എല്ലാ യൂത്തുകളും ശ്രീജയോടൊപ്പം ഉണ്ടായിരുന്നു. അതെ അതെ അതെ. മേക്കപ്പിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ജോഫി വന്നിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്. ജോഫിയാണ് എന്നെ കംപ്ലീറ്റ്ലി ഹെൽപ്പ് ചെയ്തത് ഏറ്റവും അധികം. ജോഫി പുൽപ്പറയിൽ. അതെ, ഏറ്റവും കൂടുതൽ ജോഫി തന്നെയായിരുന്നു എല്ലാ കാര്യത്തിലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത്. മേക്കപ്പ് വൈസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ജോഫി ആയിരുന്നു, തുടക്കം തൊട്ട് അവസാനം വരെ. ഏറ്റവും കൂടുതൽ മേക്കപ്പ് നല്ല നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇങ്ങനൊരു മത്സരത്തിൽ പങ്കെടുക്കാൻ ചെറുപ്പം മുതലേ ശ്രീജയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു? അതോ പെട്ടെന്ന് തോന്നിയതാണോ? എങ്ങനെയത്? അതിലോ ചെറുപ്പം മുതലേ ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നു? എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല ചോദ്യം. കാരണം ഇത് നമ്മൾ ഗ്രൂമിങ്ങിലൊക്കെ ഒരുപാട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, വൈ ഡിഡ് യു ചൂസ് മിസ് കേരള, എന്തുകൊണ്ട് മിസ് കേരളയിൽ പങ്കെടുക്കണമെന്നൊക്കെ. എനിക്ക് തോന്നുന്നു അതിലെല്ലാവരും പറയുന്ന ഒരു ഉത്തരമാണ് ചൈൽഡ്ഹുഡ് ഡ്രീമാന്നൊക്കെ. എന്നെ സംബന്ധിച്ചല്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിനൊക്കെ ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് അതിന് പറ്റും, അല്ലെങ്കിൽ ഞാൻ അതിന് പോകുന്നൊന്നും പ്രത്യേകിച്ച് പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നാട്ടിൽ പോകുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളതൊക്കെ, ഞാനിത് കാണുമായിരുന്നു, ഫോളോ ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ എന്നെ ആ ഒരു സിനാരിയോയിൽ പ്ലേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാള്. കാരണം എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് പിന്നെ ഒരുപാട് മൂവീസിലൊക്കെ വന്ന കുറെ പേരൊക്കെ ഉണ്ടല്ലോ, പ്രീമ കലിംഗിലാണെങ്കിലും രഞ്ജിനി ഹരിദാസ്, ഇവരൊക്കെ നമ്മൾ അത്രയും പോപ്പുലർ ആയിട്ട് അറിയുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇതാന്ന് അറിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ഫാസിനേഷൻ അതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോകുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ടാസ്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ടാസ്കുകളില് ശ്രീജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൗണ്ടിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാസ്ക് ചെയ്തത് ഇന്റർവ്യൂ റൗണ്ട് ആയിരുന്നു. അതിൽ നമ്മളൊരു സെലിബ്രിറ്റി
ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ ഇന്റർവ്യൂ ചെയ്തത് മിസ്റ്റർ വിജയ് ബാബുവിനെയാണ്. ഒരു വെരി ഫേമസ് ആക്ടർ, പ്രൊഡ്യൂസർ നാട്ടിലെ. വിജയുടെ വന്നിട്ടൊരു ഫാമിലി ഫ്രണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ചുമ്മാ ചോദിച്ച് ഞാൻ ഇന്റർവ്യൂ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ. നമുക്ക് ഇഷ്ടമുള്ളവരെ സെലക്ട് ചെയ്യാവോ? അതെ, നമുക്ക് അവരുടെ അടുത്ത് ആക്സസിബിലിറ്റി ഉള്ളത് അവരൊരു ഫേമസ് പേഴ്സണാലിറ്റി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് എനിക്ക് നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതെ, നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ആരുടെ അടുത്താണ് ആക്സസിബിലിറ്റി ഉള്ള അവരെ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് അവരോട് ഓൺലൈനിൽ വരും. അതെ, എന്റെ ഇന്റർവ്യൂ ഓൺലൈനായിരുന്നു. വിജയുടെ നാട്ടിലായിരുന്നു, അപ്പം ഓൺലൈനായിരുന്നു. അതില് ആ ഒരു പ്രിപ്പറേഷൻ പാർട്ടൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. ആൻഡ് അത് ആദ്യമായിട്ടാണ് ചെയ്യണം അങ്ങനെ ഒരു കാര്യം. അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഓക്കെ, ഇതൊരു എനിക്ക് എന്നെ കൊണ്ട് പറ്റും ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ടൊക്കെ ഇതൊരു എന്താ അതിനുള്ളൊരു ഇതുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അത് ചെയ്തു തുടങ്ങിയപ്പോൾ. പ്രിപ്പറേഷൻ രസമായിരുന്നു. ഇന്റർവ്യൂ ഭയങ്കര പുള്ളി ശരിക്കും ഭയങ്കര ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടായിരുന്നു. അതിൽ നിന്ന് എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ. പിന്നെ ഇപ്പൊ ശ്രീജ പറഞ്ഞല്ലോ 25 വയസ്സ് വരെയാണ് അവര് മിസ് കേരളയ്ക്ക് സെലക്ട് ചെയ്യുന്നത്. എത്ര വയസ്സ് തുടങ്ങിയാണ് ഇതിൻ്റെ? 18 to 25 വരെയാണ് ഇതിന്റെ ഒരു ഏജ് ലിമിറ്റ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ശ്രീജയ്ക്ക് അഭിനയത്തിലും ഡാൻസിലൊക്കെ നല്ല കഴിവുണ്ട്, നല്ല കഴിവ് തെളിയിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് പേഴ്സണലിക്കായിട്ട് അറിയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇനിയും സിനിമയിലേക്ക് വല്ല താല്പര്യമുണ്ടോ? ഇനിയിപ്പൊ നമ്മുടെ പ്രേക്ഷകർ, സിനിമാ പ്രേക്ഷകർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ? സിനിമ എനിക്ക് തോന്നുന്നു എന്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ഒക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെയായിരുന്നു. സിനിമ മിസ് കേരളേനേക്കാളൊക്കെ ഉപരി. പക്ഷെ സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു ഈ മിസ് കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ശരിക്കും നമുക്കൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. മോഡലിംഗ് ചെയ്യാനാണെങ്കിലും മൂവീസ് ആക്ട് ചെയ്യാനാണെങ്കിലും ഒക്കെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് ഇപ്പം സിനിമ തന്നെ ആവണമെന്നൊന്നുമില്ല. അപ്പം ഏതെങ്കിലും ഒക്കെ രീതിയിൽ അത് നമുക്ക് ഷോർട്ട് ഫിലിം ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ രീതിയിൽ ചെയ്യാനായിട്ട് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിന് നമുക്ക് എത്ര പറ്റും നമ്മളിവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് പുതിയത് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ. അങ്ങനെയാണ് മിസ് കേരളം ട്രൈ ചെയ്തത്. അതാ ഇപ്പൊ സിനിമയിലേക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ നാട്ടിലേക്ക് കുറച്ച് നാളത്തേക്ക് പോകേണ്ടി വരും. അതിപ്പോ അതിനുള്ള സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ താല്പര്യമുണ്ട്, ഉറപ്പായിട്ടും മൂവീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. ആക്ടിങ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആക്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ. അപ്പൊ ശ്രീജയ്ക്ക് അഭിനയത്തിൽ നല്ല കഴിവുള്ള വ്യക്തിയാണ്, കുട്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ള കുട്ടിയാണ്. അപ്പൊ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഇനി ആർക്കെങ്കിലും അങ്ങനെ വല്ല നായികയായിട്ട് ശ്രീജയെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഗ്യാരണ്ടി പറയുന്നു, നല്ല കഴിവുള്ള കുട്ടിയാണ് കേട്ടോ. ശ്രീജ, ഇപ്പൊ നമ്മളെ ഓഡീഷന്റെ 2 റൗണ്ടുകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ കൂടുതലും ചർച്ച ചെയ്തത്. ഇനി നമ്മുടെ ഫൈനൽ റൗണ്ട് ഒക്കെ എങ്ങനെയാണ്? ഫൈനൽ റൗണ്ടിലുണ്ടല്ലോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റൗണ്ട് എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയായിരുന്നു? അതിന് ഓരോ ഡ്രസ് കോഡ് ഉണ്ടോ? ഓരോ ഫൈനൽ റൗണ്ടിനും ആണോ ഈ ഡ്രസ് കോഡുകൾ ഓരോ? അതെ, ഫൈനൽ റൗണ്ടിന് ശരിക്കും പറഞ്ഞാൽ 2 ദിവസമാണ് ഫൈനൽ. അതിപ്പോ എനിക്ക് നാട്ടിൽ നടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതിൽ 4 റൗണ്ട്സ് ഉണ്ടാവും. അതില് 4 റൗണ്ടിലും ഒരു 4 തീമും ഉണ്ടാവും. അപ്പൊ ആ തീമിനനുസരിച്ചാണ് നമ്മൾ ഡ്രസ് ചെയ്യേണ്ടത്. അക്കോർഡിംഗ്ലി എല്ലാ കുട്ടികളും, എല്ലാ ഗേൾസും അങ്ങനെ തന്നെയാണ് ഡ്രസ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് റൗണ്ട് ആയിരുന്നത് ഞങ്ങളുടെ ട്രഡീഷണൽ എത്നിക് എന്ന് പറഞ്ഞ ഒരു റൗണ്ടായിരുന്നു. അതിൽ കേരളം ഒഴിച്ച് വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ഒക്കെ നമുക്ക് അതേ റെപ്രസെന്റ് ചെയ്യാം. അതങ്ങനെ തന്നെ പ്രോപ്പർ അത് തന്നെ വേണമെന്നൊന്നുമില്ല. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ സെക്കൻഡ് റൗണ്ട് വന്നിട്ട് ആത്മൻ എന്ന് പറഞ്ഞൊരു റൗണ്ട് ആയിരുന്നു. അതിൽ നമ്മൾ നമ്മുടെ സോൾ എന്താണോ, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് നമുക്ക് നമ്മളൊരു കോസ്റ്റ്യൂമിൽ കൂടെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ തേർഡ് റൗണ്ട് ഒരു പാർട്ടി ഗൗൺ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഫോർത്ത് റൗണ്ട് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ് കേരളം റെപ്രസെന്റ് ചെയ്യുന്ന റൗണ്ട്. അതിപ്പം നമ്മൾ അങ്ങനത്തെ കേരളത്തിൻ്റെതായ ഇപ്പം ഓണത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഡ്രസ്സുകളായിരുന്നു. അപ്പൊ സ്റ്റേജ് ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട് ഇപ്പൊ ഡ്രസ്സൊക്കെ കളക്ഷൻ എങ്ങനെയാ? ബുദ്ധിമുട്ടായിരുന്നു? നല്ല ബുദ്ധിമുട്ട്. സ്പോൺസേഴ്സിനൊക്കെ കിട്ടിയിരുന്നോ? സ്പോൺസേഴ്സ് ഒന്നും ഉണ്ടായില്ല. വീട്ടിലത്തെ സ്പോൺസേഴ്സ് മാത്രം. സ്പോൺസേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് തന്നെ നമ്മൾ മാക്സിമം അങ്ങനെ നമുക്ക് വേറെ ഇപ്പൊ മാക്സിമം ഇല്ലല്ലോ ഇവിടെ. അതുകൊണ്ട് നമ്മളുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കി. അതൊരു ഇപ്പം നാട്ടിലെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ്, ഒരു ഡ്രോബാക്ക് ആണ്. നമുക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ നമുക്ക് റിസോഴ്സ് ഇല്ല അവിടെ അത് ചെയ്യാനായിട്ട്. അപ്പം ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലിൽ. ഈ മിസ് കേരള മത്സരത്തിൽ ബ്യൂട്ടി മാത്രമാണോ അതോ ഇന്റലിജൻസും ഇതിന്റെ ഒരു ഫാക്ടറാണോ?
വലിയ ഫാക്ടറാണ്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ബ്യൂട്ടി വിത്ത് ബ്രെയിൻസ് എന്ന് പറയാം. അതാണ് അവർ നോക്കുന്നത്. നമ്മുടെ ഗുഡ് ലുക്സ് മാത്രം ഒരിക്കലും മാത്രം പോരാ, അങ്ങനെ പറയാം. കാരണം ഇതിൽ വലിയൊരു ഫാക്ടർ അല്ലെങ്കിൽ വലിയൊരു റൗണ്ടിൽ, എല്ലാ റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അവിടെ ഒരു നമുക്ക് ക്വസ്റ്റൻ ആൻസർ സെഷൻ, അവരായിട്ടൊരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ സെക്കൻഡ് റൗണ്ട് ഓഡീഷൻസിൽ ഉണ്ടാവും. പക്ഷെ മെയിൻ ആയിട്ട് ഫൈനലിൽ Q&A വലിയൊരു ഭാഗമാണ്. ഈ Q&Aയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ഗ്രൂപ്പിങ്ങിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം ചോദിക്കുമ്പോൾ അപ്പം തന്നെ നമുക്കൊരു കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ അതിന് എന്താണോ നമ്മൾ ചോദിക്കുന്നത് അതിന് ഉത്തരം പറയണം. അതിൽ മോസ്റ്റ്ലി വരുന്ന ടോപ്പിക്സ് എനിക്കിപ്പോൾ ഇതിന്ന് മനസ്സിലായൊരു കാര്യം, നമ്മൾ വളരെ സെൽഫ് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധ്യം വേണം, നമ്മുടെ ഒപ്പീനിയൻസിനെ കുറിച്ചൊരു ബോധ്യം വേണം. അതുപോലെ കറന്റ് അഫെയർസ്, ഇപ്പൊ എന്താണോ നടക്കണേ, എസ്പെഷ്യലി ഇന്ത്യൻ പൊളിറ്റിക്സ്, കേരളത്തിൽ എന്താണോ നടക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കേരളത്തിൽ നടക്കുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ്, ജനറലി നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള ടോപ്പിക്സ്, ഇതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുക. അത് ഇപ്പൊ നമുക്ക് ജനറൽ നോളജിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയണം, നമുക്ക് അതിനെപ്പറ്റി അറിയണം. ഇപ്പൊ എന്റെ ഫൈനൽ റൗണ്ടിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. അതൊക്കെ എനിക്ക് പ്രിലിംസിലായിരുന്നു പിന്നെയും ഉണ്ടായിരുന്നത്, സെക്കൻഡ് റൗണ്ട് ഓഡീഷൻസിലൊക്കെ. എനിക്ക് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്, അതായത് ബോഡി പോസിറ്റിവിറ്റി, അതിനെ കുറിച്ചുള്ളൊരു എൻ്റെ ഒപ്പീനിയൻ. അതായിരുന്നു തേർഡ് റൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു Q&A. പിന്നെ അതുപോലെ ബിഗ്ഗസ്റ്റ് സാക്രിഫൈസ് നമ്മൾ ഈ മിസ് കേരളയിൽ വരാൻ വേണ്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസിൽ. പിന്നെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ കുറിച്ചൊക്കെ, അങ്ങനെയുള്ള ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ തറോ റീഡിങ് വേണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ്. ആ സമയത്തുള്ള കറണ്ട് അഫയേഴ്സ് എനിക്ക് വളരെ ലിമിറ്റഡ് സമയം ഉണ്ടായുള്ളൂ പ്രിപ്പയർ ചെയ്യാനായിട്ട് എക്സാംസിന്റെ ഇടയിൽ. പക്ഷെ എന്നാലും നമ്മൾ ആ സമയത്ത് വന്ന ന്യൂസുകൾ എന്താണ്, കറണ്ട് അഫയേഴ്സ് എന്താണ്, അതിനെ പറ്റിയൊക്കെ നോക്കി വെക്കുക, പറഞ്ഞു നോക്കുക. നമ്മളൊരു മിററിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ തന്നെ പറഞ്ഞു നോക്കുക. നമ്മൾ എന്ത് ഉത്തരമാണ് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് പറയാൻ കിട്ടണേ, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒപ്പീനിയൻ അതിനെക്കുറിച്ചൊന്ന് ഒരു അവെയർ ആയിരിക്കാം, തിങ്ക് ചെയ്യിക്കുക, ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ. ഇപ്പൊ ഈ മിസ് കേരള മത്സരത്തില് ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീ പ്രാധാന്യത്തെ കുറിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ടോ? ജനറലി പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സും ഈ പറഞ്ഞ പോലെ വരില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ക്രൈംസും അബ്യൂസും അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഈ പ്രാവശ്യത്തെ സെഷനിലൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും അതൊക്കെ ചോദിക്കാൻ പറ്റുന്നത്. പക്ഷെ വിമൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ എനിക്കത് വന്നില്ല, പക്ഷെ നമ്മളത് മെയിൻ ആയിട്ട് പ്രിപ്പയർ ചെയ്തൊരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ഒരു പേഴ്സണാലിറ്റി, ഞാനതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തെന്നല്ല, എനിക്ക് പേഴ്സണലി ഞാൻ എപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരാൾ മിഷേൽ ഒബാമയാണ്. അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അവർ ചെയ്യണം, എന്താണ് അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ജസ്റ്റ് പറയാൻ പറ്റില്ല ഓക്കെ മിഷേൽ ഒബാമ, പിന്നെ അവരെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമ്മളത് പറയണം. അല്ലെങ്കിൽ അതുപോലെ മരിച്ചുപോയ ഹിസ്റ്റോറിയൻസ് ആണെങ്കിലും മരിച്ചുപോയതിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വുമൺ പേഴ്സണാലിറ്റി, അതൊക്കെ വലിയൊരു ഭാഗമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പായിട്ടും വരും. മിസ് കേരള മത്സരത്തിൽ വിജയിച്ച അവർക്ക് എങ്ങനെ ക്യാഷ് അവാർഡായിട്ടാണോ അവർ കൊടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് കുറച്ച് വാരി ചെയ്യും എല്ലാ പ്രാവശ്യം തോന്നുന്നു. എപ്പോഴും ഒരു പ്രോപ്പർ എന്നത് എന്നുള്ളതില്ല, സ്പോൺസേഴ്സ് അനുസരിച്ചൊക്കെ ഇരിക്കും. ടൈറ്റിൽ വിന്നേഴ്സിന് ക്യാഷ് അവാർഡ് ഉണ്ട് നോർമലി. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒക്കെ ഉപരി ഈ ഒരു ടൈറ്റിൽ ഭയങ്കര പ്രസ്റ്റീജിയസ് ആണ്. നമുക്കത് ഒരുപാട് ഡോർസ് ഓപ്പൺ ചെയ്യണ ഒരു പ്രസ്റ്റീജിയസ് അവാർഡാണ്, അല്ലെങ്കിൽ ഒരു ടൈറ്റിലാണ് മിസ് കേരളയുടെ. മിസ് കേരള ആയിട്ടുള്ള കുട്ടി മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമാണോ? ഇല്ല, ഒരിക്കലും. മിസ് കേരള നമുക്ക് പങ്കെടുക്കാം വേണമെങ്കിൽ, അത്രേ ഉള്ളൂ. അതായത് മസ്റ്റ് ആയിട്ട് പങ്കെടുക്കണം എന്നില്ല. പിന്നെ കൂടുതലും നമ്മൾ കണ്ടുവരുന്ന ഒരു ഇത് വെച്ചിട്ട് മിസ് ഇന്ത്യയിലേക്കൊക്കെ കൂടുതലും പോണ കുട്ടികൾ മിസ് സൗത്ത് ഇന്ത്യ ആയവരോ അങ്ങനെയൊക്കെയാണ് കൂടുതലും അപ്ലൈ ചെയ്ത് കണ്ടേക്കണം. മിസ് കേരള പക്ഷെ ഉറപ്പായിട്ടും പോവാം. പക്ഷെ അവർക്ക് പങ്കെടുക്കണം എന്നൊരു നിർബന്ധമില്ല. ഈ മിസ് കേരള മത്സരം ഇപ്പൊ എല്ലാ വർഷവും ഫിക്സ് ആയിട്ടുള്ള ഒരു മാസത്തിൽ നടത്തുന്നു, അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഈ പ്രാവശ്യം വളരെ ഡിഫറെന്റ് ആയിട്ടും എക്സ്ട്രോർഡിനറി ആയിട്ടൊക്കെയാണ് നടന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നോർമലി എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് കേരള 2020 നോർമലി 2020 ഉള്ളിൽ തന്നെ സെലക്ട് ആവും എന്നുള്ളതാണ്. നമ്മളുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. മിസ് കേരള 2020 21 തീർന്നത് ഫിനാലെ. പക്ഷെ നമുക്കറിയാമല്ലോ ഈ പാൻഡമിക്കിന്റെ ഇടയിൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു.
അപ്പൊ ഓഡീഷൻസ് ഒക്കെ അതനുസരിച്ച് കുറച്ചും കൂടെ നീണ്ടു ഡ്യൂറേഷൻ. അപ്പൊ അതുകൊണ്ട് 21 ആയി. ബട്ട് നോർമലി ആ വർഷം തീരണതിന് മുമ്പ് കഴിയേണ്ടതാണ്. 2020 കഴിയേണ്ട മത്സരമായിരുന്നു. ജനുവരി ആയപ്പോഴാണ്. അതെ, പക്ഷെ ഇപ്പം ഇതിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് ആദ്യമേ നേരത്തെ തൊട്ട് നോക്കുക. കാരണം ഓഡീഷൻസ് ഒക്കെ ഒരുപാട് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഫൈനൽ എത്തുമ്പം ഇയർ എൻഡ് ആവുമെങ്കിൽ പോലും ഓഡീഷൻസ് ഒക്കെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ കുറച്ച് ഏർലി സ്റ്റേജസ് ഇൻ ദ ഇയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ സ്റ്റേജ് ഒക്കെ എങ്ങനെയാ അറിഞ്ഞ ഇന്ന ഡേറ്റിലാണോ അത് മത്സരം നടക്കുന്നതെന്ന്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടിലുള്ള കുറച്ച് ഫ്രണ്ട്സും കസിൻസും അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കഴിഞ്ഞ കൊല്ലത്തെ ഓഡീഷൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ഓഡീഷൻസ് ഒക്കെ നടന്നിരുന്നു. അങ്ങനെയാണ് എനിക്ക് അറിയാവുന്ന ഈ ഇത് നടക്കുന്നത് മനസ്സിലായത്. അതെ, കാരണം ആ പേജ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവരതിൽ ഏതാ പേജ്? മിസ് കേരള പേജ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. പിന്നെ വെബ്സൈറ്റ് ജസ്റ്റ് മിസ് കേരള എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസാരിയോ എന്ന് പറഞ്ഞൊരു ഇവന്റ് ആണ് ഇത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തുന്നത്. സോ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ നമുക്ക് കറക്റ്റ് കയറി കഴിയുമ്പോൾ കാണാൻ പറ്റും. സൂൺ ഈസ് അവർ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ന് തൊട്ടാണ് ഓഡീഷൻസ് ഉണ്ടാവുക, എന്ന് വരെയാണ് ഡെഡ് ലൈൻ ഓഡീഷൻസിന് അപ്ലൈ ചെയ്യേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ നമ്മൾ ഓൺലൈൻ വഴി തന്നെ രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം. നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ അവർ നമ്മുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യും. ഒരു ഇമെയിൽ എന്തോ അയച്ചിട്ട് നമ്മൾ സെലക്ടഡ് ആയി നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളതൊക്കെ. ഓഡീഷനാണ്. അതെ, ഓഡീഷന് മുമ്പ് പിന്നെ അവിടുത്തെ എന്തായാലും കോർഡിനേറ്റേഴ്സ് നമ്മൾ വിളിച്ച് സംസാരിക്കും. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു. അവർ വിളിച്ച് നമ്മളോട് സംസാരിക്കും. നമുക്ക് വാട്സപ്പിൽ കൂടെ തന്നെ അവര് നമുക്ക് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും അവർ വിളിച്ച് നമുക്ക് ചോദിക്കാം. അവർ ഓരോ ടാസ്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ എല്ലാം വിയ വാട്സപ്പിൽ കൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയാണ് സെലക്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് ഓഡീഷൻ വഴി വീണ്ടും അവർ സെലക്ട് ചെയ്യും. അതെ അതെ, സെലക്ഷൻ പ്രോസസ്സ് കോൺസ്റ്റന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് ഓഡീഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പേര് സെലക്ട് ആവും. ഒരു ടോപ്പ് 100 വരും, പിന്നെ ഒരു ടോപ്പ് 50 വരും. അങ്ങനെയാണ് ഫൈനലിസ്റ്റിലേക്ക് എത്തുന്നത്. ഇതുവരെ സെലക്ടഡ് ആയിട്ടുള്ള മിസ് കേരളയില് സ്റ്റേജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിസ് കേരള ആരാണ്? എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതലും ഫേമസ് ആയി കണ്ടേക്കുന്നത് മിസ് കേരള ആയതിനേക്കാളും കൂടുതൽ റണ്ണറപ്പ് ഒക്കെ ആയ ആൾക്കാരെയാണ്. എന്റെ ഏറ്റവും ഫേവറേറ്റും റിമ കല്ലിങ്കല മിസ് കേരള റണ്ണറപ്പ് ആയിരുന്നു, വിന്നർ ആയിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാരി യൂസ് ചെയ്ത് മൂവീസ് ഒക്കെ അത്രയും നല്ലൊരു ആക്ട്രസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള് റിമ കല്ലിങ്കല, മിസ് കേരള ആ ഒരു പേജിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള രീതിയിൽ റിമ കല്ലിങ്കലിന്റെ ഒരു ആരാധികയാണ്. ഇഷ്ടമാണ്. കാരണം എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ആളുടെ ഡാൻസ് ബേസ് ആണെങ്കിലും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ ആക്ടിങ്ങും ബ്രില്യന്റ് ആക്ട്രസ്. റീമ കല്ലിങ്കല് ഒരു ഫിലിം പ്രൊഡ്യൂസർ ഒക്കെയാണ് അല്ലെ? അപ്പൊ എന്തെങ്കിലുമൊക്കെ ചാൻസുകളൊക്കെ ചിലപ്പോ വരാം. അയ്യോ, ഒരു പ്രാവശ്യം കണ്ടാലും മതി. ഒരു പ്രാവശ്യം കണ്ടാലും തീർച്ചയായും അതിനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. ശ്രീജയുടെ ഇനി മുന്നോട്ടുള്ള ഫ്യൂച്ചർ അല്ലെങ്കിൽ സ്വപ്നം ഇനി എന്താണ്? എനിക്ക് തോന്നുന്നു ഫ്യൂച്ചർ എന്തായാലും മിസ് കേരളനെ ബേസ് ചെയ്തൊരു ഫ്യൂച്ചർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇനിയിപ്പം ഫർദർ ഒരു പേജ് ഇതൊരു പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്യണം എന്തെങ്കിലും. പിന്നെ കൊറോണ സമയത്ത് നമ്മളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ പോസിബിൾ അതെ അതെ. പിന്നെ ഇതിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം ഇപ്പൊ വിന്നർ ആയില്ലെങ്കിൽ കൂടെ ഇതിന്ന് എനിക്ക് മാക്സിമം വിൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട്. കാരണം കോൺഫിഡൻസ് ആണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണെങ്കിലും നമ്മുടെ ഒരു കറേജ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു ഇത് വന്നിട്ടുണ്ട് ഈ ഒരു ജേർണി കൂടെ. അപ്പൊ അതുകൊണ്ട് ഇതിനെ ബേസ് ചെയ്ത് ഫ്യൂച്ചർ ഒന്നുമില്ല. പിന്നെ എന്താ പറയാ, എന്റെ വഴി വരുന്നത് എന്ത് ഓപ്പർച്യൂണിറ്റി ആണോ അതിനോടൊക്കെ ഞാൻ ഓപ്പൺ. അതിൽ എനിക്ക് എന്താണോ ഫ്ലെക്സിബിൾ ആണ്. അയ്യോ ഭയങ്കരമായിട്ട് അതിലെന്താണ് എനിക്ക് ആ സമയത്ത് എന്താണോ പോസിബിൾ ആയിട്ടുള്ളത്, പിന്നെ എന്റെ ഫാമിലിക്കും ഒക്കെ ഓക്കെ ആയിട്ടുള്ളത് എന്താണോ എന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ട്രൈ ഔട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്കിപ്പോ പോണ പോലെ തന്നെ എന്താ പറയാ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ എന്നാൽ പോലും ഡാൻസും ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അതെന്റെ ലൈഫിന്റെ ഒരു ഭാഗമാണ്. അതിപ്പം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇനി എന്റെ വേറൊരു ചോദ്യം, ഇപ്പൊ സ്റ്റീജ മിസ് കേരളയ്ക്ക് വേണ്ടി മത്സരിച്ചു. മിസ്റ്റർ കേരളയായിട്ട് സ്റ്റേജിന് വേണ്ട താല്പര്യമുണ്ടോ? ഞങ്ങള് വീട്ടിൽ
വീട്ടിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, എന്റെ ബ്രദറും കസിൻസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ എന്റെ ആന്റി എപ്പോഴും ഞങ്ങൾ ഇത് നടന്നപ്പോ ഞങ്ങൾ പറയുമായിരുന്നു, ഇനിയിപ്പം മിസ് കേരളയുടെ ഊഴം കഴിഞ്ഞു, ഇനിയിപ്പം മിസ്റ്റർ കേരളയ്ക്ക് പങ്കെടുക്കണമെങ്കിൽ വീട്ടിൽ ഒരുപാട് പേരുണ്ട്, നിങ്ങൾ പോകും, ഞങ്ങള് എന്തായാലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചിറക്കൽ ഫാമിലിയിലെ ആകെ ഒരു പെൺതരിയായിട്ട് ഉള്ളത് ശ്രീജിയാണ്. ഇനിയൊക്കെ മിസ്റ്ററുകളാണ്. ഇനിയിപ്പോ മിസ് കേരളയ്ക്ക് ചാൻസ് ഇല്ല, മിസ്റ്റർ കേരളയ്ക്ക് ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കല്ലേ? അയ്യോ അറിയില്ല, എന്റെ അത്ര ഔട്ട്ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരല്ല, ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷെ പോയാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നല്ല ഫുൾ സപ്പോർട്ടും ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ ഇനിയിപ്പോ ഈ മത്സര രംഗത്തേക്ക്, ഈ മിസ് കേരള മത്സര രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ള പ്രവാസികളായ കുട്ടികളോട് ശ്രീജിക്ക് എന്താ പറയാനോ? അയ്യോ എനിക്ക് എൻകറേജ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് എവിടേക്കാ പോണേ, ഇത് എന്താവും എന്നൊക്കെ. പക്ഷെ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്തായാലും 100% പറയാൻ പറ്റും, നിങ്ങൾ ഇതിൽ വിൻ ചെയ്യണതൊന്നും ഒരു മാറ്ററേ അല്ല. പക്ഷെ ഇതിനു വേണ്ടി നമ്മളൊന്നൊരു എഫേർട്ട് എടുത്ത് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിൻ ചെയ്യാൻ പറ്റും. അത് ആസ് എ പേഴ്സൺ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ആവും. എസ്പെഷ്യലി ഇതിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിന്റെ ഒരു ഞാൻ ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ എനിക്ക് തന്നെ സെൽഫ് റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാം. ഇപ്പം ഞാൻ അറിഞ്ഞു ഞാൻ മിസ് കേരളയല്ല, ഞാൻ ഫൈനൽ റൗണ്ടിലേക്ക് ഞാൻ വന്നില്ലെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് എല്ലാവരും എക്സ്പെക്ട് ചെയ്ത്, അയ്യോ ഞാൻ ഭയങ്കര സങ്കടപ്പെടും, പെന്നാറ്റിക്കാണെങ്കിൽ എല്ലാവരും വിചാരിച്ചത് അയ്യോ സങ്കടമാണോ ഓക്കെ ആണോ എന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഇല്ല, എനിക്ക് ഐ ആം ഹാപ്പി. ഞാൻ ഇത്രയും ഈ ഫൈനലിസ്റ്റ് വരെ ഞാൻ എത്തിയത് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എത്രയോ കുട്ടികൾക്ക് കിട്ടാതെ പോയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് എവിടെ ഇരുന്ന് കിട്ടിയത്. സോ അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്തെങ്കിലും ഒരു സ്പാർക്ക് ഇതിനോട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും പോവാ. മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂന്നൊന്നും ചിന്തിക്കേ വേണ്ട. കാരണം എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഞാൻ വിചാരിക്കണത്. അപ്പൊ നമ്മുടെ പ്രവാസികളായ നമ്മുടെ കുട്ടികൾക്ക്, യൂത്തിന് നമ്മുടെ ശ്രീജ നല്ലൊരു മാതൃകയാണ്. ഇനിയിപ്പോ അങ്ങനെയുള്ളവര് എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടി ശ്രീജയുടെ അടുത്ത് ശ്രീജയുടെ അടുത്ത് നിന്ന് അത് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും എനിക്കറിയാം, എനിക്ക് ഹെൽപ്പിന് അങ്ങനെ ഒരുപാട് പേര് ഓഫ്കോഴ്സ് ഫാമിലി ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാതെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ എനിക്ക് എന്ത് ഹെൽപ്പാണോ ചെയ്യാൻ പറ്റുക. ശ്രീജയ്ക്ക് ഇപ്പൊ മറ്റൊരാളെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് നിന്ന് ഹെൽപ്പ് കിട്ടാൻ ഇവിടെ സാധ്യത ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത്, എന്റെ ഒരു സ്കൂൾ സീനിയർ ഈ പറഞ്ഞ പോലെ മിസ് സൗത്ത് ഇന്ത്യ, മിസ് ഫെമിനി ഒക്കെ ആയിരുന്നു. പുള്ളിക്കാരി എനിക്ക് കുറച്ച് ലക്ഷ്മി നാട്ടിലുള്ള അങ്ങനെ. പക്ഷെ അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ശരിയാണ്. ഇപ്പൊ ഇവിടെയുള്ള പ്രവാസികൾ സ്വിറ്റ്സർലൻഡിലെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഉറപ്പായിട്ട് സഹായിക്കാൻ പറ്റിയ വ്യക്തി തന്നെ ഇവിടെ ഉണ്ട്. അതിന് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും ശ്രീജയുടെ ഹെൽപ്പ് ഉണ്ടാവുന്നതായിരിക്കും. എന്റെ സംശയങ്ങളൊക്കെ തീർന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ഇതിനെ കുറിച്ചൊക്കെ ഒരു ഗ്രാഹ്യം ലഭിച്ചത്. അപ്പൊ ശ്രീജ ഒത്തിരി നന്ദി. ജനുവരി 30 ഇപ്പൊ ഫൈനലും കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈ തിരക്കിന്റെ ഇടയിൽ ഈ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പ്രത്യേകം സമയം എടുത്ത് വന്ന് സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം എനിക്കൊന്നും ഇങ്ങനെ ഒരു ചാനലിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളും മെസ്സേജസ് ഒക്കെ പുറത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിക്കുന്നത്, ചിലപ്പോൾ ഇനി ഒരു അടുത്ത വർഷം തൊട്ടൊക്കെ ആരെങ്കിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിൽ. അപ്പൊ അതിനൊരു പ്ലാറ്റ്ഫോം ലീനാണ്ടി തന്നതിൽ ഭയങ്കര സന്തോഷം. ഇതൊക്കെ പറയാൻ പറ്റിയത് ഒരുപാട് എനിക്കാണ് അപ്പൊ ഒത്തിരി ഉപകാരം. അപ്പൊ എനിക്ക് അത് ഒത്തിരി ഉപകാരപ്പെട്ടു. എനിക്ക് കുറെ അറിയാൻ പറ്റി. അതേപോലെ തന്നെ എന്റെ പ്രേക്ഷകർക്കും ഒത്തിരി അറിയാൻ സാധിച്ചു. ഇനിയിപ്പോ ശ്രീജയ്ക്ക് ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ഇതിൽ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഇന്റർവ്യൂ മാത്രമല്ല, പക്ഷെ ഒരുപാട് ഡിഫറെന്റ് കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും കാണുമ്പോൾ അതൊരു എന്റർടൈൻമെന്റ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഹെൽപ്ഫുള്ളും ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു ഇന്റർവ്യൂ ആണെങ്കിൽ ഇനി അസ്പയറിംഗ് ആയിട്ട് പേജിന് പോകാൻ താല്പര്യമുള്ള എല്ലാ യങ് കുട്ടികൾക്കും ഇതൊരു വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അതിന് ഞാൻ താങ്ക് യു പറയണം. അവരും കാണുമ്പോൾ എന്തായാലും താങ്ക് യു പറയും. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരിക്കൽ കൂടി താങ്ക് യു.
കൂട്ടാം അടുപ്പം കൂടാം അടുപ്പ് വെപ്പും വ്ലോഗ്. അടുപ്പ് കൂട്ടാം അടുപ്പം കൂടാം അടുപ്പ് വെപ്പും വ്ലോഗ്. ആളിക്കത്തും അടുപ്പിൽ വേവും വിഭവങ്ങൾ. ആളിക്കത്തും അടുപ്പിൽ വേവും വിഭവങ്ങൾ. ചൂടോടെ വിളമ്പി സ്വാദോടെ ഊട്ടും. അടുപ്പും വെപ്പും വ്ലോഗ്. അടുപ്പും വെപ്പും വ്ലോഗ്. അടുപ്പും വെപ്പും വ്ലോഗ്. അടുപ്പും വെപ്പും വ്ലോഗ്. അകലെയാണെങ്കിലും വിരൽ തുമ്പിലെത്തും. അകലെയാണെങ്കിലും വിരൽ തുമ്പിലെത്തും. കാണാ കൗതുകങ്ങൾ കാണാ കൗതുകങ്ങൾ കാണാ കൗതുകങ്ങൾ കാണാ കൗതുകങ്ങൾ. അടുപ്പ് കൂട്ടി അടുപ്പം കൂടാൻ അടുപ്പ് വെപ്പും വ്ലോഗ്. അടുപ്പ് കൂട്ടി അടുപ്പം കൂടാൻ അടുപ്പ് വെപ്പും വ്ലോഗ്.